ഈ സംഘടിത കൊള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. BJPയും ഹൈന്ദവ സംഘടനകളുമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ ശക്തമായ പ്രതിഷേധം ഭക്തർക്കൊപ്പം നിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി BJPയുടെ പ്രതിഷേധം. വിവിധ ജില്ലകളിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് നടന്നു. ജലപീരങ്കിയോടെയാണ് പല സ്ഥലത്തും മാർച്ചിനെ പോലീസ് നേരിട്ടത്. മധ്യകേരളത്തിലെ പ്രതിഷേധത്തെക്കുറിച്ച് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, വടക്കൻ കേരളത്തിലെ സാഹചര്യങ്ങൾ അരുൺ ആലത്തൂരും, തെക്കൻ കേരളത്തിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നൽകാനായി മനോജും ചേരുന്നുണ്ട്. ആദ്യം ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, അലയടിച്ച പ്രതിഷേധം, കടലിരമ്പമായിരുന്നു അക്ഷരാർത്ഥത്തിൽ. വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് അലയടിച്ച് നീങ്ങിയത്. എല്ലാ പ്രതിഷേധങ്ങളിലും മധ്യകേരളത്തിൽ വിവിധ ജില്ലകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളിലെല്ലാം നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. ഇത്തരത്തിൽ ശബരിമലയിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന, വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സർക്കാർ ദേവസ്വം ബോർഡ് നടപടിക്കെതിരായ അക്ഷരാർത്ഥത്തിലുള്ള പ്രതിഷേധം തന്നെയായി മാറുകയായിരുന്നു. എറണാകുളത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് എറണാകുളം മഹാരാജാസ് കോളേജ് കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇവിടെ കവാടത്തിന് മുന്നിൽ അടുത്ത് പ്രതിഷേധിച്ച പ്രവർത്തകരെ, ബാരിക്കേഡുകൾക്കരികിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റു. തൃശൂർ അടക്കം നടന്ന പ്രതിഷേധ സമരങ്ങളിലും ഇത് തന്നെയായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കായികമായി നേരിടാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. തൃശൂർ റവന്യൂ ജില്ലയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കളക്ടറേറ്റ് മാർച്ച് നടത്തി. അതിൽ ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ ഭരണത്തിൽ നിന്ന് മുക്തമാക്കണമെന്നും ശബരിമല വിഷയത്തോടെ പിണറായി സർക്കാരിന്റെ ചെമ്പാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന കാര്യമാണ് CK പത്മനാഭൻ പറഞ്ഞത്. ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയും ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന ഒരാവശ്യം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉന്നയിച്ചു. ഒപ്പം തന്നെ ആലപ്പുഴയിലും ശക്തമായ പ്രതിഷേധ സമരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കേസന്വേഷണം CBIക്ക് വിടണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണം എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന കാര്യവും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ആലപ്പുഴ വടക്ക് ജില്ലാ സെക്രട്ടറി ബിനോയ് അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടെയും ബാരിക്കേഡുകൾക്കരികിൽ സ്ഥാപിച്ച് പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. ശരണം വിളികളുമായി ബാരിക്കേഡ് നീക്കാൻ ശ്രമിച്ച പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിൽ കടന്നതോടെ പോലീസ് ലാത്തി വീശി. അത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ജിജീഷ്, എന്തൊരാവേശത്തിലാണ് പ്രവർത്തകരെ ഈ പുറത്തൊക്കെയാണ് ലാത്തി കൊണ്ട് അടിക്കുന്നത്. പോലീസ് ഓടി വന്ന് അടിക്കുകയാണ്. അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു ആവേശം ദേവന്റെ സ്വത്തുക്കൾ കടത്തിക്കൊണ്ടുപോകുന്ന ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് നടക്കുമ്പോൾ ഇവരെന്താ കാണിക്കാത്തതെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽപ്പുണ്ട്. യെസ്, തെക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മനോജ്, തിരുവനന്തപുരം, കൊല്ലം ആളിക്കത്തിയിരിക്കുകയാണ് പ്രതിഷേധം. വിശദാംശങ്ങൾ മനോജ്. തിരുവനന്തപുരത്തും കൊല്ലത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. തീർച്ചയായും ശ്യാം, തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം നടന്ന പ്രതിഷേധ സമരം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നിരുന്നു. ഇന്ന് കൊല്ലത്ത് നടന്ന പ്രതിഷേധ സമരം അത് ദൃശ്യങ്ങളിലൂടെയൊക്കെ വ്യക്തമാണ്. കാരണം കൊല്ലം കളക്ടറേറ്റിലേക്ക് BJP യുവമോർച്ച പ്രവർത്തകർ ഇരച്ചു കയറുന്ന ആ ഒരു ദൃശ്യങ്ങൾ പോലീസിനെ നിയന്ത്രിക്കാനാവുന്നതിനും അപ്പുറമായി പ്രതിഷേധം വന്നത് തന്നെയാണ്. കാരണം ഒരു സൂചനാ സമരമെന്ന് പറയുമ്പോഴും അത് കൃത്യമായും ഇനിയുള്ള പ്രക്ഷോഭങ്ങളെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. എത്ര പോലീസിനെ ഈ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി വിന്യസിച്ചാലും അതിനപ്പുറത്തേക്ക് ഈ സമരം കടന്നു പോകുമെന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് BJP യുവമോർച്ച പ്രവർത്തകർ. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സുതാര്യമായിട്ടുള്ള അന്വേഷണം അത് CBI നടത്തണമെന്നുള്ള ആവശ്യം BJP ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ടിപ്പു സുൽത്താനാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള PK കൃഷ്ണദാസ് പറഞ്ഞത്. അഭിനവ ടിപ്പു സുൽത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ന് ടിപ്പു സുൽത്താൻ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെയൊക്കെ കൊള്ളയടിച്ച് ആക്രമിച്ച് തകർത്തിരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഭരണകൂടം പ്രവർത്തിക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. അവിടെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എല്ലാ ക്ഷേത്രങ്ങളും കാസർഗോഡ് മുതൽ അങ്ങ് നീലേശ്വരത്ത് നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ വാർത്തകൾ. ഇങ്ങ് പാറശാല വരെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ് പരിപാടി.
സമർപ്പിച്ച താലിയുടെ മുക്കുപണ്ടമാകുന്നു, പൂശിയ സ്വർണ്ണക്കൊടിമരം അത് ക്ലാവ് പിടിക്കുന്നു, 50 പവനിലധികം കാണാതാകുന്നു. ഇതാണ് അവസ്ഥ എല്ലാ ക്ഷേത്രങ്ങളും. അതുതന്നെയാണ് തീർച്ചയായും ഇന്ന് ഇവിടെ BJPയുടെ സംസ്ഥാന വക്താവ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം നൽകിയ ഒരു സംഭവം, അത് നൽകേണ്ടത് ദേവസ്വം ബോർഡിനാണ് എന്നുള്ള കാര്യം. അതായത് സ്വർണ്ണത്തെ എങ്ങനെ ചെമ്പാക്കി മാറ്റാമെന്ന് ദേവസ്വം ബോർഡ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ക്ഷേത്രത്തിലെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അവിടെ നിന്നും മാറ്റി കൊള്ളയടിക്കുന്ന ഒരു സമീപനം അത് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എല്ലാം അറിയില്ല എന്ന് പറയുമ്പോഴും കൃത്യമായും രേഖകൾ ഉൾപ്പെടെ ജനൻ TV അടക്കം പുറത്തുവിടുകയാണ് ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ നടന്നിട്ടുള്ളത് എന്നതിനെപ്പറ്റി. എന്തായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഓരോ ഭക്തനും അത് വലിയ വേദന തന്നെയാണ്. അതായത് ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ എല്ലാ മാസവും പോകുന്നവരുണ്ട്, എല്ലാ വർഷവും പോകുന്നവരുണ്ട്. അങ്ങനെ വ്രതം നോറ്റ് അയ്യപ്പനെ ദർശിക്കുവാനായി പോകുന്ന ഓരോ ഭക്തനും അവിടെ എത്തുമ്പോൾ അറിയുന്ന ഈ വാർത്തകൾ, അതായത് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ, അവിടെ കൊള്ള നടത്തുകയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോൾ അതിനിയും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദേവനെയും ദേവന്റെ സ്വത്തുക്കളെയും സുരക്ഷിതമാക്കാൻ കഴിയാത്തവർ ഇതാ ആഞ്ഞടിക്കുകയാണ്. പ്രതിഷേധമുയർത്തിയ പ്രവർത്തകർക്കെതിരെ, ഭക്തർക്കെതിരെ, അതിന് മാനസികമായി പിന്തുണ നൽകിയ ആളുകളെയൊക്കെ എന്തൊരാവേശത്തോടു കൂടിയാണ് ലാത്തി കൊണ്ട് അടിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ കൃത്യമായി തന്നെ ഉയരുകയാണ്. വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധ കടലിരമ്പത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട്ടെ പ്രതിഷേധം തന്നെയാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് ഈ സമരങ്ങൾക്കൊക്കെ മുന്നണി പോരാളിയായി നിന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി കെ സുരേന്ദ്രൻ, അദ്ദേഹം കോഴിക്കോട്ട് സജീവമായി തന്നെ തിരിച്ചെത്തുന്നു. സജീവമാകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പാലക്കാട്ടും കണ്ണൂരും ഒക്കെ കാസർഗോഡും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അരുൺ പറയും. കാസർഗോഡാണ് ആദ്യം ഇന്ന് പ്രതിഷേധ മാർച്ച് നടന്നത്. കലക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചിൽ പ്രവർത്തകരെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത്. ആ ദൃശ്യങ്ങൾ തന്നെ PCR ഒന്ന് കാണിക്കും. എത്ര ആവേശത്തോടു കൂടിയാണ് ഇതിന് എതിരെ, ഈ സ്വർണ്ണക്കള്ള ചോദ്യം ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നവർക്കെതിരെ പോലീസ് ലാത്തി എടുക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണട്ടെ. എത്ര ഈ ഒരു ആവേശം, എന്തുകൊണ്ടാണ് ഈ ഒരു ആവേശം? ഭഗവാന്റെ സ്വത്തുക്കൾ കടത്തിക്കൊണ്ടുപോയ സമയത്ത്, ഈ ആസൂത്രിതമായ കൊള്ള നടന്ന സമയത്ത് കേരള പോലീസിന് ഇല്ലാതെ പോയത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ചോദ്യം ഉയരേണ്ടത്. അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്. തീർച്ചയായിട്ടും കാസർഗോഡും കോഴിക്കോടും പാലക്കാടും ഉൾപ്പെടെ ശക്തമായ സമരമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സ്വർണം, അയ്യപ്പന്റെ സ്വർണം പോലും അപഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ശക്തമായ സമരം ഉണ്ടായത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ സമരങ്ങൾ മിക്കയിടത്തും സമാധാനപരമായിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ആ സമാധാനപരമായി നടന്ന സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളായിരുന്നു പോലീസ് ഓരോ പ്രദേശത്തും കാണിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടേക്ക് സമരം നമ്മൾ പരിശോധിക്കുമ്പോൾ, പാലക്കാട് BJPയുടെ ജില്ലാ ഓഫീസിൽ നിന്നാണ് സമരം ആരംഭിക്കുന്നത്. അവിടെ നിന്നും കളക്ട്രേറ്റിലേക്ക് എത്തിയപ്പോൾ കളക്ട്രേറ്റിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിൽ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടഞ്ഞിരുന്നു. അതിനുശേഷം പ്രവർത്തകർ നിരവധി പ്രാവശ്യം മുദ്രാവാക്യം മുഴക്കി. പിന്നീട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ B ഗോപാലകൃഷ്ണനായിരുന്നു സമരം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന പരിപാടി വരെയും കാര്യങ്ങൾ വളരെ സമാധാനപരമായി മുന്നോട്ട് പോയി. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ പോലീസ് പെട്ടെന്ന് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അതും ജലപീരങ്കിയുടെ വാഹനം സാധാരണഗതിയിൽ ഒരു ഭാഗത്ത്, നിശ്ചിത ഭാഗത്ത് നിർത്തിയിട്ടതിന് ശേഷം ഈ പ്രതിഷേധിക്കുന്ന ആളുകളുടെ മേലേക്ക് ഉപയോഗിക്കുകയാണ് പതിവ് എങ്കിൽ, അത് പാലക്കാട്ട് ഇന്നിപ്പോൾ നടന്നത് ആ ജലപീരങ്കി വാഹനം പലയിടത്ത് തലങ്ങനും വിലങ്ങനും ഇട്ട് ആളുകളെ
ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ മേലേക്ക് വലിയ പരിക്കേൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചതോടെ ഈ പ്രവർത്തകർ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും ഈ പ്രവർത്തകരെ ജലപീരങ്കിയുടെ വാഹനത്തിന് മുകളിൽ തന്നെ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് പോലീസ് ആ പ്രവർത്തകരെയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു. അതിൽ തന്നെ ഒരു പോലീസുകാരൻ ഒരു പ്രവർത്തകനെ ബോധപൂർവം തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുന്ന 3 തവണയോളം അടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതോടുകൂടെ തന്നെ ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. തുടർന്ന് ഏറെ നേരം ഗതാഗതം ഉൾപ്പെടെ അവിടെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർ പോലീസുകാരൻ മാപ്പ് പറയണമെന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ശക്തമായി രംഗത്തെത്തുന്ന സാഹചര്യവുമായിരുന്നു പാലക്കാട് ഉണ്ടായത്. അതിനപ്പുറം നമുക്ക് കാസർഗോഡും കോഴിക്കോടും ഒക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ സമാന രീതിയിൽ തന്നെയുള്ള സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇന്ന് KS സജീവമായി തന്നെ ഈ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നതാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് വലിയ രീതിയിൽ തന്നെ ഈ സമര പോരാട്ടം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു KS. തീർച്ചയായിട്ടും ശ്യാമ, കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിച്ചത്. നമുക്കറിയാം കെ സുരേന്ദ്രൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകത തന്നെയാണ്. കാരണം ശബരിമല സമരസമയത്ത് നിരവധി കേസുകളാണ് KSനെതിരെ എടുത്തത്. മാത്രമല്ല അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിലാണ് സംസ്ഥാന സർക്കാർ അന്ന് വേട്ടയാടിയത് എന്നുള്ളത് കേരള പൊതുസമൂഹം മുഴുവൻ കണ്ടിരുന്നതാണ്. ഏതായാലും ഇന്നത്തെ സമരത്തിലും അദ്ദേഹം സജീവമായിട്ട് തന്നെ ആ നാൾവഴികൾ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന സമയത്ത് മുൻപ് ഏതൊക്കെ തരത്തിലാണോ ഈ ശബരിമലയിൽ വിശ്വാസികൾക്ക് നേരെ സർക്കാർ ബോധപൂർവം അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം അവിടെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള പോലീസിന്റെ അടിച്ചമർത്തൽ കൊണ്ടൊന്നും തങ്ങൾ പിന്നോട്ട് പോവില്ല എന്നുള്ള ശക്തമായ നിലപാടിലായിരുന്നു ഓരോ ഇടത്തും പ്രവർത്തകർ ശക്തമായിട്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അവർ ഈ ഒരു സമരത്തിൽ ഭക്തരായ ആളുകൾ, BJP പ്രവർത്തകർ മാത്രമല്ല നിരവധി വിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായ ആളുകൾ ഉൾപ്പെടെ ഇന്നത്തെ സമരങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ കൃത്യമായ ഉത്തരം കിട്ടുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രവർത്തകർ. ഭക്തർക്കൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ വലിയ രീതിയിൽ തന്നെ നടക്കുന്ന സംഘടിത കൊള്ളയ്ക്കെതിരെ ശബ്ദമുയർത്തുകയാണ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJPയും സംഘപരിവാർ ഹൈന്ദവ സംഘടനകളും.